നയപ്രഖ്യാപന പ്രസംഗത്തിലെ വിവാദത്തിൽ സർക്കാരിനെ തള്ളി ലോക്ഭവൻ അർത്ഥസത്യങ്ങളും പ്രസംഗത്തിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അനുകൂലമായി സർക്കാർ പ്രതികരിച്ചിരുന്നുവെന്ന് ലോക്ഭവൻ വിശദീകരിക്കുകയാണ്. എന്നാൽ ഭേദഗതികൾ വരുത്താതെ സർക്കാർ പ്രസംഗം ലോക്ഭവനിലേക്ക് മടക്കിയെന്നും വിശദീകരണം വരുന്നു. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ ഗവർണർ മടങ്ങിയതിനു ശേഷമടക്കം ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ഇക്കാര്യത്തിലൊക്കെ ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് എന്താണിപ്പോൾ ഗവർണറുടെ ഓഫീസ് ലോക്ഭവന്റെ വിശദീകരണം? ഇതിലൊരു നാടകീയതയാണ് നമുക്ക് ആകെ മൊത്തം കാണുന്നത്. കാരണം കേന്ദ്ര വിമർശനങ്ങളുടെ ഭാഗം ഗവർണർ വായിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര വിമർശനങ്ങൾ ചിലത് ഒഴിവാക്കി ഗവർണർ ആ പ്രതിഷേധം പ്രകടിപ്പിച്ചു. അതേസമയം തന്നെ സർക്കാരാകട്ടെ കേന്ദ്ര വിമർശനം ആ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി. ഗവർണർ പോയ ശേഷം അതിൽ ചില ഭാഗം ഒഴിവാക്കിയതിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഗവർണർ അങ്ങനെ പിണക്കിയുമില്ല. അപ്പോൾ ചുരുക്കത്തിലൊരു നാടകീയത ആകെ മൊത്തത്തിൽ നമുക്കിതിൽ വായിച്ചെടുക്കാനും സാധിക്കും. എന്തായാലും ലോക്ഭവൻ ഇപ്പോൾ ഒരു വിശദീകരണമായി വരുന്നു. അതായത് ഈ കരട് നയപ്രഖ്യാപന രേഖ ഗവർണറുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ അർത്ഥസത്യങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഗവർണർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചിരുന്നതായാണ് ലോക്ഭവൻ വിശദീകരിക്കുന്നത്. അതിനുശേഷം പക്ഷേ ഇന്നലെ രാത്രി വൈകിയാണ് ഈ തിരുത്തിന് ശേഷമുള്ള കരട് തിരുത്തിയതിനു ശേഷമുള്ള നയപ്രഖ്യാപന പ്രസംഗം രാജ്ഭവനിലേക്ക് എത്തിയത്. അങ്ങനെ വരുമ്പോൾ ഗവർണർ അത് രാത്രി വൈകി ഗവർണർ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം താൻ നിർദ്ദേശിച്ച ഭേദഗതികൾ ആണ് അദ്ദേഹം ഇന്നിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിച്ചത് എന്ന വിശദീകരണമാണ് നൽകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഗുരുതരമായ രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ വളരെ കാലമായി അംഗീകരിക്കാതെ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന വിഷയം, ഇത് ഗവർണറുടെ ഭാഗത്തൊരു പിഴവായി എന്നതുകൊണ്ടാണ് ഗവർണർ അത് ഒഴിവാക്കിയത്. അപ്പോൾ അതിൽ സുപ്രീം കോടതിയിലേക്ക് കേസ് പോകുമ്പോൾ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ കേസ് വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ അത് കരടിൽ നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ച കാര്യമാണെന്ന് ഗവർണർ വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര നിലപാട് സാമ്പത്തിക ഫെഡറലിസം സംബന്ധിച്ച ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുകയാണെന്ന് എന്ന പരാമർശം അത് കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നതാണ്. ഈ രണ്ട് വിഷയങ്ങൾ നേരത്തെ തന്നെ കരടിൽ വന്നപ്പോൾ അത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയാണ് ഇന്നിപ്പോൾ ഗവർണർ വായിച്ചത് എന്ന വിശദീകരണമാണ് ലോക്ഭവന്റേതായി പുറത്തു വരുന്നത്.